ഹായ് ഓൾ. അങ്ങനെ ഇന്ന് ഡേ 4 ആണ്. അപ്പോൾ ഇന്ന് ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്തിട്ടില്ല. 3rd ഡേ ചെക്ക് ചെയ്തതാണ്. അപ്പോൾ അതിന് ശേഷം ചെക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് മോർണിംഗ് ഡ്രിങ്ക് ആയിട്ട് ഞാൻ ജീര വാട്ടറാണ് കുടിക്കുന്നത്. ഇത്രയും ദിവസം ജീര വാട്ടർ തന്നെയാണ് കേട്ടോ കുടിച്ചത്. അത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ മറന്നുപോയി. കുറച്ച് പേരൊക്കെ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുന്നത് കണ്ടു, രാവിലെ വെറും വയറ്റിൽ എന്താണ് കുടിക്കുന്നത്. അപ്പോൾ ജീര വാട്ടർ തന്നെയാണ് ഞാൻ അധികം കുടിക്കുക. അതല്ലെങ്കിൽ പ്ലെയിൻ വാട്ടർ. അതാണ് എൻ്റെ ഒരു യൂഷ്വൽ ആയിട്ടുള്ള മോർണിംഗ് ഡ്രിങ്ക്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ ഇന്നൊരു സ്മൂത്തിയാണ് കഴിക്കുന്നത്. ഓട്സ് ബനാന സ്മൂത്തി. അതിനകത്ത് ഐസൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നട്ട്സും അങ്ങനത്തെ സാധനങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇന്ന് എനിക്ക് കുറച്ച് പ്ലെയിൻ ആയിട്ട് കഴിക്കണം എന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ ഞാൻ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയാണ് കഴിക്കുന്നത്. നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയാണ്. അപ്പോൾ ഇതാണ് ഇന്നെൻ്റെ മിഡ് മോർണിംഗ് സ്നാക്ക്. ഒരു 11:30 ഒക്കെ ആകുമ്പോഴാണ് ഞാൻ എൻ്റെ മിഡ് മോർണിംഗ് സ്നാക്ക് എടുക്കുന്നത് കേട്ടോ. കാരണം രാവിലെ ആ ഒരു സ്മൂത്തി കുടിച്ചപ്പോൾ നല്ലപോലെ ഫില്ലിംഗ് ആയിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ഒരു ചെറിയൊരു വിശപ്പ് തോന്നിയത്. അപ്പോൾ ഞാനൊരു 30 ഗ്രാം, ഏകദേശം നമ്മുടെ ഹാൻഡ് ഫുൾ എന്ന് പറയുമ്പോൾ ഒരു 30 ഗ്രാംസാണ് വരിക. 30 ഗ്രാംസ് റോസ്റ്റഡ് ചനയാണ് കഴിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് ഏകദേശം ഒരു 6 to 7 ഗ്രാം പ്രോട്ടീൻ കിട്ടും, ഒരു 5 to 6 ഗ്രാം ഫൈബർ കിട്ടും, പിന്നെ ഒരു ഏകദേശം ഒരു 2 to 3 ഗ്രാം ഫാറ്റും ഉണ്ടാവും. അങ്ങനെ ഒരു നല്ലൊരു എന്താ പറയുക, കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ഫൈബർ ഉണ്ട്. അങ്ങനെ നല്ലൊരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു സ്നാക്കാണ് റോസ്റ്റഡ് ചന. മെയിനായിട്ട് പറയാനുള്ളത് ഇതൊരു പ്രോട്ടീൻ പാക്കായിട്ടുള്ളൊരു സ്നാക്ക് ഓപ്ഷനാണ്. ഇനി ഇന്നത്തെ എൻ്റെ ലഞ്ചാണ്. ഒരു 6 ടേബിൾ സ്പൂണ് വൈറ്റ് റൈസാണ് എടുത്തേക്കുന്നത്, ബ്രൗൺ റൈസ് അല്ല. പിന്നെ ഒരു ക്യാരറ്റ് കട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കേട്, അതായത് ഒരു 6 ടേബിൾ സ്പൂൺ കേട് എടുത്തിട്ടുണ്ട്, ചീരയുടെ തോരൻ എടുത്തിട്ടുണ്ട്, പിന്നെ ഫിഷ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഈവനിങ് സ്നാക്ക്. പിസ്തയാണ്, സോൾട്ടഡ് ആയിട്ടുള്ള പിസ്തയാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതായത് പിസ്ത, നട്ട്സ്, ബദാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഒന്നുകിൽ ഒരു ഹാൻഡ് ഫുൾ, അല്ലെങ്കിൽ എണ്ണി എടുക്കുകയാണെങ്കിൽ ഒരു 10 എണ്ണം അത്രയൊക്കെ കഴിക്കാൻ പാടുള്ളൂ. ഇത് ന്യൂട്രിയൻ ഡെൻസ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ആഹാരമാണ്. പക്ഷേ സ്റ്റിൽ ഇത് നല്ലൊരു കലറി ഡെൻസ് ആയിട്ടുള്ള, നമ്മൾ കുറച്ച് കഴിക്കുകയാണെങ്കിൽ തന്നെ നല്ലപോലെ കലറി വരുന്ന ഒരു ഫുഡ് ഓപ്ഷൻസ് ആണ് ഈ നട്ട്സും പിന്നെ ഡ്രൈ ഫ്രൂട്ട്സും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് എപ്പോഴും നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള പോർഷനിൽ തന്നെ എടുക്കാൻ നോക്കുക. ഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ മാക്സിമം 3-4 ഒക്കെ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. ഒരുപാട് 8-10 ഒന്നും എടുത്ത് കഴിക്കാൻ പാടില്ല. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ഡിന്നർ ഒരു 5 o'clock ആകുമ്പോൾ തന്നെ ഞാൻ ഫിനിഷ് ചെയ്തു. 2 പുഴുങ്ങിയ പഴവും ഒരു മുട്ടയാണ് കഴിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ സമയത്ത് പീരീഡ്സ് സ്റ്റാർട്ടായി. അപ്പോൾ ഞാൻ ഇന്ന് വർക്കൗട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഡേ 4 അപ്ഡേറ്റ്. അപ്പോൾ നാളെ നമുക്ക് കാണാം.